ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് VV എൻ്റർടൈൻമെൻറ്റ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പറഞ്ഞപ്പോൾ ഒന്ന് നാക്കോടേക്ക് പോയി ക്ഷമിച്ചേക്കുക. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ള ആൾ പഞ്ചാണ്. അപ്പോൾ പഞ്ചിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ എടുത്തിരുന്നു. നമ്മൾ കുറച്ച് എടിപിടി എന്ന് പറഞ്ഞാണ് ആ ഒരു വീഡിയോ എടുത്തത്. അപ്പം ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൻ്റെ ഒരു മിഡ് വേരിയൻ്റാണ്. അപ്പം നമ്മുടെ വീഡിയോസിന് താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് വരലും മിഡ് വേരിയൻ്റ് ചെയ്യാനാണ്. അപ്പം എൻ്റെ വീഡിയോസ് കൂടുതൽ കാണുന്ന ആൾക്കാർ അതിനു വേണ്ടി തന്നെയാണ് വരാറുള്ളത്, മിഡ് വേരിയൻ്റ് ഓൺ റോഡ് പ്രൈസ്. അപ്പോൾ എനിക്ക് പൊതുവെ ഈ ടോപ്പ് എൻ്റെ വാഹനം ഇടുന്ന സമയത്ത് എനിക്കൊരു തൃപ്തി വരാറില്ല. കാര്യം നമ്മുടെ ഓഡിയൻസിന് അതല്ലല്ലോ വേണ്ടത്, ടോപ്പ് എൻ്റെ അല്ല മിഡ് വേരിയൻ്റാണ്. അപ്പോൾ ഇത് മിഡ് വേരിയൻ്റ് ആണ്. പഞ്ചിൻ്റെ തന്നെ ഏറ്റവും വാല്യൂ ഫോർ മണിയായിട്ട് പറയാൻ പറ്റുന്ന വേരിയൻ്റ് ആണ്. സ്മാർട്ട് എന്ന ഏറ്റവും ബേസ് മോഡൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 7,05,000 രൂപ ഓൺ റോഡ് വരും. സ്മാർട്ടാണ് ഏറ്റവും ബേസ് മോഡൽ. അതിനുശേഷം പ്യൂർ വരുന്നുണ്ട്. പ്യൂർ ആണെങ്കിലോ 8,10,000 മാനുവലിന് ഓൺ റോഡ്. അതിനുശേഷം ഈ കിടക്കുന്ന പ്യൂർ പ്ലസ് മാനുവൽ 8,68 വരും ഓൺ റോഡ്. ആ പ്യൂർ പ്ലസിൻ്റെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 9,35. ഈ കിടക്കുന്നത് ഓട്ടോമാറ്റിക്കാണ്. 9,35,000 രൂപയാണ് ഓൺ റോഡ് വരുന്നത്. ഈ പ്യൂർ പ്ലസിൻ്റെ മാനുവൽ മതിയെങ്കിൽ 8,68,000 എന്നാൽ പ്യൂർ വേരിയൻറ്റ് മതിയെന്നുണ്ടെങ്കിൽ 8,10,000 ഓൺ റോഡ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിന്തിക്കും, ഞാൻ പറഞ്ഞല്ലോ പ്യൂറിന് 8,10, പ്യൂർ പ്ലസ് 8,68. ഈ ഒരു രണ്ട് വേരിയൻറ്റുകൾ തമ്മിൽ ഇത്രയും ഒരു വില വ്യത്യാസം, ഒരു 58,000 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. 58,000 രൂപ എക്സ്ട്രാ കൊടുത്താൽ എന്താണ് കിട്ടുക എന്നൊരു സംശയം ഇപ്പം വരാനായിട്ട് സാധ്യതയുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്ത് പറഞ്ഞേക്കാം. ഈ ഒരു പ്യൂർ പ്ലസിൽ ക്രൂയിസ് കൺട്രോൾ വരുന്നുണ്ട്, പ്യൂറിനകത്ത് ക്രൂയിസ് കൺട്രോൾ കിട്ടില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാം. പിന്നെ പ്യൂർ പ്ലസിൽ സ്പെയർ ടയർ വരുന്നുണ്ട്, പ്യൂർ എന്ന വേരിയൻറ്റിൽ സ്പെയർ ടയറോ കാര്യങ്ങളൊന്നും കിട്ടത്തില്ല. ഡുവൽ ഹോൺ വരുന്നുണ്ട്, മറ്റേത് സിംഗിൾ ഹോൺ ആയിരിക്കും നമുക്ക് വരുന്നത്. അങ്ങനെ കുറേ, പിന്നെ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു പ്യൂർ പ്ലസ് എന്ന മോഡലിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു പ്യൂർ പ്ലസ്സിലേക്ക് വരുന്ന സമയത്ത് കിട്ടുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ പ്യൂർ പ്ലസ്സിലാണ് വരുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ, ഷാർഫിൻ ആൻറ്റിന പ്യൂർ പ്ലസ്സിലാണ് വരുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് പെട്ടെന്ന് അങ്ങ് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ പ്യൂർ പ്ലസ്സും തമ്മിൽ വരുന്നുണ്ട്. നോക്കട്ടെ, വണ്ടികളെല്ലാം വന്നു തുടങ്ങട്ടെ. നമുക്കൊരു കമ്പാരിസൺ വീഡിയോ ഉറപ്പായിട്ട് ഞാൻ ചെയ്തിടാം. കാര്യം പുതിയ കുറേ വണ്ടികൾ ഇറങ്ങിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ നമ്മൾ ചെയ്യുന്നില്ല. ഉറപ്പായിട്ട് ഞാൻ ചെയ്തിടാം. വണ്ടിയുടെ അവൈലബിലിറ്റി കുറവാണ്, എല്ലായിടത്തും വണ്ടികൾ കുറവാണ്. പോയി ഇപ്പം പഴയതുപോലെ അങ്ങനെ സ്റ്റോക്കൊന്നും ഞാൻ എങ്ങും കാണുന്നില്ല. അതുകൊണ്ട് വണ്ടികൾ കിട്ടാൻ നമുക്ക് കുറച്ച് പാടുണ്ടേ. അപ്പം വിലയൊക്കെ പറഞ്ഞല്ലോ, വിലയൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണും. ജസ്റ്റ് ഞാൻ വ്യത്യാസങ്ങളൊന്നും ജസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് പുതിയതായിട്ടൊരു ടർബോ മോഡൽ കൂടി വന്നിട്ടുള്ളവർ എല്ലാവർക്കും അറിയാം. CNG അവൈലബിൾ ആണ്, ഇലക്ട്രിക് മോഡൽ അവൈലബിൾ ആണ്. ഇലക്ട്രിക്കൽ അപ്ഡേഷൻ വന്നിട്ടും ഇല്ല. അപ്പോൾ ഇതിലേക്ക് വീണ്ടും വരാം. ഫീച്ചേഴ്സിലേക്ക് ജസ്റ്റ് ഒന്ന് കിടക്കാം. ഫ്രണ്ട് ലുക്ക് നോക്കിക്കോ. നമ്മൾ ആ ഒരു ടോപ്പിൻ്റെ ആയിട്ട് നോക്കുന്ന സമയത്ത് ഇതിനകത്ത് ഇപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മിസ്സിംഗ് ആയിട്ട് വരുന്നത്, 360 ഡിഗ്രി ക്യാമറയൊന്നും ഈ ഒരു വേരിയൻറ്റിൽ കിട്ടില്ല. ആ ഒരു പോർഷൻ അവിടെ കിടപ്പുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ തന്നെ ചെയ്തെടുക്കാം. ഗ്രില്ലൊക്കെ ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ടോപ്പിലെ കണ്ട സെയിം രീതിയിൽ തന്നെ ആ ഒരു ഗ്ലോസി ഫിനിഷും. പാർക്ക് ലൈറ്റാണ് ഇട്ടേക്കുന്നത്. DRLO കാര്യങ്ങളൊന്നും ഇതിനകത്ത് കിട്ടില്ല. ആ ഒരു എന്താ പറയുക, നോർമലി വരുന്ന LED ഒന്നുമല്ല, ഹാലജൻ ടൈപ്പ് തന്നെ വരുന്നു. ലൈറ്റ് പക്ഷേ LED-യിലാണ് അവർ കൊടുത്തേക്കുന്നത്. ഫോഗ് ലാമ്പ് വരുന്നില്ല. ആ ഒരു ഓപ്ഷൻ നമുക്ക് പ്ലെയിനായിട്ടാണ് കിടക്കുന്നത്. നിങ്ങൾക്കത് പക്ഷേ ഇവിടെ ഷോറൂമിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കത് സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ ചോദിച്ചതേ ഉള്ളൂ ഫോഗ് ലാമ്പ് അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. അപ്പം നെക്സോണിനായാലും അല്ലെങ്കിൽ പഞ്ചിനായാലും അവർ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയൊക്കെ നല്ല ഗ്ലോസി ഫിനിഷിൽ തന്നെയാണ് ആ ഒരു ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ കൊടുത്തത്. അത്യാവശ്യം എയറിൻ്റെയും കാര്യങ്ങളൊക്കെ വരുന്നു. ഇപ്പോൾ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കൊള്ളാം. ആ ഒരു ക്ലാഡിങ്സ് ഒക്കെ നല്ല ഗ്ലോസി ഫിനിഷിൽ കൊടുത്തു. ഗ്രില്ലൊക്കെ നല്ല ഗ്ലോസിയിൽ തന്നെ വരുന്നുണ്ട്. LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡുവൽ ഹോൺ ഈ ഒരു മോഡലിൽ വരുന്നു. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ വരുന്നു. വേറൊന്നുമില്ല. ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ പറയാൻ സൈഡിലേക്ക് തന്നെ വീണ്ടും നമുക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് അലോയ് വീലോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് കിട്ടില്ല. വീൽ കപ്പാണ് കൊടുത്തേക്കുന്നത്. നല്ല ഗ്ലോസി ഫിനിഷിലുള്ള വീൽ കപ്പാണ് ആ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ ഒരു ടോട്ടൽ ലെങ്ത് വരുന്നത് 3876 mm ആണ്. 1742 mm വിട്ട് വരുന്നുണ്ട്. 1615 mm ആണ് ഹൈറ്റ് വരുന്നത്. 2445 mm വീൽ ബേസും 193 mm ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കമ്പനി കൊടുത്തേക്കുന്നത്. പിന്നെ ടോപ്പിലായിട്ട് റൂഫ് റെയിലൊക്കെ നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. സൺറൂഫ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ബോഡി കളറുടെ ഡോർ ഹാൻഡിലും പിയോണോ ബ്ലാക്ക് ഫിനിഷുള്ള മിറർ യൂണിറ്റും അവിടെ തന്നെ ടേൺ ഇൻഡിക്കേറ്ററും കൊടുത്തിട്ടുണ്ട്. CAT ടയറാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തേക്കുന്നത്. ടയർ സൈസ് ജസ്റ്റ് ഞാൻ നോക്കിക്കോട്ടെ, 15 ഇഞ്ചാണ്. 185/70R15 ആണ് ഇതിൻ്റെ ടയർ പ്രൊഫൈൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ആ ഒരു സൈഡ് പ്രൊഫൈലും കമ്പനി ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ പോരായ്മകളൊന്നും പറയാനായിട്ടൊന്നും ഇല്ല. സൈഡ് പൊസിഷനിൽ അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇനി നമുക്ക് പുറകിലേക്ക് വരാം. പുറകിലേക്ക് വരുന്ന സമയത്താണ് ഇനി മെയിനായിട്ടുള്ള മാറ്റം സംഭവിച്ചത്. 90 ഡിഗ്രി ഓപ്പണിംഗ് ഒക്കെ വരുന്നുണ്ട്. കണക്റ്റായിട്ട് പോകുന്ന രീതിയിലല്ല ആ ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് അവർ കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ മാത്രമേ അത് വരുന്നുള്ളൂ. പാർക്ക് ലൈറ്റാണ് ഓണാക്കി ഇട്ടേക്കുവാണ്. കണ്ടത് ഫംഗ്ഷനിങ് അല്ല, ജസ്റ്റ് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡിഫോഗർ ലൈൻ ഉണ്ട്. ഷാർഫിൻ ആൻറ്റിൻ്റെ ഈ ഒരു വേരിയൻറ്റിൽ കൊടുത്തു. ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തു. അതുകൊണ്ട് ഇവിടെ ചെറിയൊരു മാറ്റ് ഫിനിഷിലുള്ളൊരു ഡിസൈൻ പാറ്റേൺ അവർ കൊടുത്തിട്ടുണ്ട്.
റിവേഴ്സ് ക്യാമറ ഈ ഒരു പോർഷനിലായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പ്യുവർ പ്ലസ്സിൽ വരുന്നതാണ് കേട്ടോ. റിവേഴ്സ് ക്യാമറ, LED ആണ് ലൈറ്റ് യൂണിറ്റ്, പഞ്ചിൻ്റെ ഒരു ബ്രാൻഡിങ്ങും അവർ കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ജസ്റ്റ് ഓപ്പൺ ചെയ്തോട്ടെ, എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് നോക്കിക്കോട്ടെ. റിവേഴ്സ് ക്യാമറയൊക്കെ ഇരിക്കുന്നു. ഓക്കെ, ഈ ഒരു പോർഷനിലായിട്ടാണ് അവർ കൊടുത്തത്. ബൂട്ട് സ്പേസ്, മോശമല്ലാത്തൊരു ബൂട്ട് സ്പേസ് കമ്പനി ഈ ഒരു മോഡലിൽ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് പാർസൽ ട്രേ വരുന്നില്ല. പാർസൽ ട്രേ വരുവാണെന്നുണ്ടെങ്കിൽ 210 അവർ കണക്ക് കൂട്ടുന്നത്. ഇല്ലെന്നുണ്ടെങ്കിൽ 366 ലിറ്ററുമാണ് ബൂട്ട് സ്പേസ് നമുക്ക് വരുന്നത്. അപ്പോൾ സ്പെയർ ടയർ ഉണ്ടെന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞു. അതിന് എന്നാലും എനിക്ക് നോക്കണം സ്പെയർ ടയർ. കാര്യം മിക്ക വണ്ടികളിൽ ഇപ്പോൾ സ്പെയർ ടയർ കൊടുക്കലില്ല. സ്പെയർ ടയറും കാര്യങ്ങളും ബൂട്ട് ലാമ്പും ഒക്കെ വരുന്നുണ്ട്. അകത്തേക്ക് കയറുന്നതിന് മുമ്പേ ഇവിടെ പഞ്ചിൻ്റെ ടോപ്പ് എൻഡ് വാഹനങ്ങളാണ് കിടക്കുന്നത്. അപ്പോൾ 2-3 കളർ അവിടെ കിടക്കുന്നു. അവിടെ വൈറ്റ് കിടക്കുന്നു, ബ്ലൂ. ഇതിനെന്താ പറയുന്നത് എനിക്കറിയില്ല. ഡുവൽ ടോണാണ് കിടക്കുന്നത്. ബ്ലൂവിനകത്താണെന്നുണ്ടെങ്കിൽ ടോപ്പിൽ വൈറ്റ് വരുന്നുണ്ട്. വൈറ്റിൽ ബ്ലാക്കാണ് ഡുവൽ ടോണിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് ബ്ലാക്ക് തന്നെ വരുന്നു. ഇങ്ങനെ കുറച്ച് കളർ കിടക്കുന്ന കണ്ടു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഡോർ പാഡ് നോക്കിക്കോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ അവർ ചെയ്തിട്ടുണ്ട്. ആ ഒരു കളർ തീം കണ്ടോ, കൊള്ളാം, നല്ല രസമുണ്ട്. ആ പ്ലാസ്റ്റിക് തന്നെ, സോഫ്റ്റുള്ള മെറ്റീരിയൽ അല്ല. 4 ഡോർ പവർ വിൻഡോയും മിറർ ഇലക്ട്രിക്കലി കൺട്രോളിങ് ഓപ്ഷൻസും ഒക്കെ ആ ഒരു പോർഷനിലായിട്ട് അവർ നൽകിയിട്ടുണ്ട്. ഫോൾഡിംഗ് ഓപ്ഷൻ കൊടുത്തിട്ടില്ല, മിറർ കൺട്രോളിങ് ഓപ്ഷൻ മാത്രമേ വരുന്നുള്ളൂ. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒരു പ്യുവർ പ്ലസ് എന്ന വേരിയൻറ്റിലാണ് വരുന്നത്. സെൻട്രൽ ലോക്കിംഗ് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ ആണ്. ഡാഷ്ബോർഡ് മൊത്തത്തിൽ ഒന്ന് നോക്കിയോ, കുറച്ച് ഡാർക്ക് ഔട്ടർ കളർ തീമിൽ തന്നെയാണ് ആ ഒരു ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ കമ്പനി ഡിസൈൻ ചെയ്തേക്കുന്നത്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അവൈലബിൾ ആണ്. ക്രൂയിസ് കൺട്രോൾ വരുന്നു. പ്യുവറിൽ നിന്ന് പ്യുവർ പ്ലസ്സിലേക്ക് വരുന്ന സമയത്താണ് ആ ഒരു ക്രൂയിസ് കൺട്രോൾ നമുക്ക് കിട്ടുക. പ്യുവർ എന്ന വേരിയൻറ്റിൽ ക്രൂയിസ് കൺട്രോൾ നമുക്ക് കിട്ടുന്നില്ല. പ്ലസ് റിവേഴ്സ് ക്യാമറയും ഇതിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. വയർലെസ് ആയിട്ടുള്ള ആൻഡ്രോയിഡ് ആപ്പിൾ കാർപ്ലേയും നമുക്ക് വരുന്നുണ്ട്. അതും ഈ ഒരു പ്യുവർ പ്ലസ്സിലേക്ക് വരുന്ന സമയത്താണ് നമുക്ക് വരുന്നത്. ആ ഒരു സീറ്റിൻ്റെ കളർ തീമൊക്കെ നല്ല രസമുണ്ട്. ജസ്റ്റ് അകത്തേക്കൊന്ന് ഇരിക്കാം. ക്ലസ്റ്റർ നോക്കിയോ, ക്ലസ്റ്ററൊക്കെ വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ക്ലസ്റ്റർ യൂണിറ്റ് വരുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ പുതുമകളൊന്നുമില്ല. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ആ ഒരു ക്ലസ്റ്റർ യൂണിറ്റ് തന്നെയാണ് ഈ ഒരു വാഹനത്തിലും കമ്പനി കൊടുത്തേക്കുന്നത്. ജസ്റ്റ് സ്റ്റിയറിംഗ് വീലൊന്ന് നോക്കിയോ, നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലും വാഹനത്തിൽ കമ്പനി കൊടുത്തു. ക്രൂസ് കൺട്രോളിൻ്റെതും ബാക്കിയുള്ള കൺട്രോൾസൊക്കെ ആ ഒരു പോർഷനിലായിട്ട് നൽകിയിരിക്കുന്നത് കാണാം. ഇൻഫോടൈം സിസ്റ്റം നൽകിയിട്ടുണ്ട്. നല്ല നീറ്റായിട്ട് തന്നെയാണ് ആ ഒരു ഇൻഫോടൈം സിസ്റ്റം കമ്പനി പ്ലേസ് ചെയ്തേക്കുന്നത്. നല്ല രസമുണ്ടത് കാണുന്നതിനും. ആ ഒരു AC വെൻസൊക്കെ ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷ് എലമെൻ്റ് കൊടുത്തിട്ടുള്ളത് കൊള്ളാം. ഈ ഒരു കളർ തീമും കൊള്ളാം. അവിടെ നമുക്ക് ആ ഒരു ഡിസൈൻ പാറ്റേൺസ് ഒക്കെ നൽകിയിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. AC മാനുവലി വേണം നമ്മൾ കൺട്രോൾ ചെയ്യാനായിട്ട്. പക്ഷേ ആ ഒരു സ്വിച്ചസൊക്കെ വളരെ നീറ്റായിട്ടാണ് കമ്പനിക്ക് കൊടുത്തേക്കുന്നത്. ഉള്ളതുപോലെ പറഞ്ഞത് നല്ല രസമുണ്ട് അത് കാണാനായിട്ടും. വളരെ നീറ്റായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത് കാണാം. താഴ്ഭാഗത്തേക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നു. ഒരു ചാർജിങ് സോക്കറ്റ് 64 വാട്ട്സിൻ്റെ നൽകിയിട്ടുണ്ട്. അത് പ്യുവർ പ്ലസ്സിലേക്ക് വരുന്ന സമയത്ത് എക്സ്ട്രാ വരുന്ന പ്യുവർ എന്ന വേരിയൻറ്റ് നമുക്കത് കിട്ടുകയില്ല. 12 വാട്ട്സിന് ഒരു ചാർജിങ് സോക്കറ്റ് അത് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വേരിയൻ്റാണിത്. അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ആംറസ്റ്റും കമ്പനി കൊടുത്തു. അതിനുള്ളിലും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് വരുന്നു. ജസ്റ്റ് ഞാനത് ബൂട്ടെന്ന് ഇതൊന്ന് ഗ്ലോബോസ് ഒന്ന് ഓപ്പൺ ചെയ്താണെങ്കിൽ നല്ല സ്പേസ് അവർ കൊടുത്തു. ടോപ്പിലായിട്ട് LED ലൈറ്റാണ് കൊടുത്തേക്കുന്നത്. സൺറൂഫ് കൊടുത്തിട്ടുള്ളത് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള വേരിയൻ്റാണ്. മിറർ മാനുവലി കൺട്രോളിങ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് നല്ല നീറ്റായിട്ട് തന്നെയാണ് ഈ ഒരു വാഹനം കമ്പനി ഡിസൈൻ ചെയ്ത ഈ ഒരു പ്യുവർ പ്ലസ്. പ്യുവറിൽ നിന്ന് നിങ്ങൾ പ്യുവർ എടുക്കാൻ നിൽക്കുന്ന കസ്റ്റമർ ആണെങ്കിൽ ഉറപ്പായിട്ട് പ്യുവർ പ്ലസ്സിലേക്ക് തന്നെ പോവുക. പ്യുവർ എടുക്കരുത്, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണത്. പിന്നെ പൈസയുടെ ഇതനുസരിച്ച് മാറ്റുക. കാര്യം 50,000 രൂപ വ്യത്യാസത്തിന് ക്രൂയിസ് കൺട്രോളും അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഈ ക്രൂയിസ് കൺട്രോൾ നമുക്ക് എക്സ്ട്രാ ചെയ്യാൻ അങ്ങനെ പറ്റുമെന്ന് ചോദിച്ചാൽ പറ്റും. എന്നാലും ഒരു ഫിനിഷിങ് വരില്ല രണ്ടാമത് ചെയ്യുന്നത്. ഇതാണ് ഇവിടെ കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഡ്രൈവ് മോഡ്സിൻ്റെ ഇതാണിത്. എക്കോ ഡ്രൈവ് മോഡ് വരുന്നു, സിറ്റി ഡ്രൈവ് മോഡ്, അത് രണ്ടേ ഉള്ളൂ. അപ്പോൾ 2 ഡ്രൈവ് മോഡ്സും കമ്പനി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നേരെ നമുക്കിനി റിയർ സൈഡിലേക്കൊന്ന് കയറാം. സെൻട്രൽ ലോക്കിംഗ് ഉണ്ട് കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളപ്പോൾ അതുണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഡോർ പാഡിലൊക്കെ നല്ല സ്റ്റോറേജ് സ്പേസും ഉണ്ട്. സെക്കൻഡ് റോയിലേക്ക് വന്നാൽ ഹെഡ് റെസ്റ്റൊക്കെ ഫിക്സഡ് തന്നെ. AC വെൻറ്റ് വരുന്നു. ഒരു ചാർജിങ് സോക്കറ്റും റിയർ സൈഡിൽ കമ്പനി കൊടുത്തു. സെൻട്രലായിട്ട് വേറെ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് സ്പേസ് ഒന്ന് നോക്കാം. തൈ സപ്പോർട്ട് നല്ല രീതിയിൽ കിട്ടുന്നുണ്ട്. ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല രീതിയിൽ തൈ സപ്പോർട്ടുണ്ട്. നല്ല സ്പേസ് വരുന്നു. അത്യാവശ്യം ഹെഡ് റൂമൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. വേറെ ഒന്നുമില്ല നമുക്ക് പറയാം. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അവിടെ. വേറെ ഒന്നുമില്ല നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനായിട്ട്. ജസ്റ്റ് ഇറങ്ങാം. സ്റ്റോറേജ് സ്പേസ് നല്ല രീതിയിൽ ഡോർ പാഡിൽ വരുന്നുണ്ട്. എൻജിൻ സ്പെക്ക്, അപ്പോൾ ഈ ഒരു എൻജിനകത്ത് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ അപ്ഡേഷൻസും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു എൻജിൻ സ്പേസ് ഒക്കെ നോക്കുന്ന സമയത്ത് ആ ഒരു എൻജിൻ റൂമിൽ സ്പേസ് നോക്കുന്ന അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്. ഇൻസുലേഷനൊക്കെ അവർ കൊടുത്തു. 1.2 ലിറ്റർ 3 സിലിണ്ടറാണ്. 88 PS പവറും ഒരു 115 Nm ടോർക്കും ഒക്കെ വരുന്നു. ആവശ്യത്തിനുള്ള പവറും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പോരാ എന്നുണ്ടെങ്കിൽ
ചുമ്മാതെ തരാൻ പറ്റത്തില്ല അവർക്ക്. പവറുള്ള വണ്ടി കുറച്ച് പൈസ കൊണ്ട് എക്സ്ട്രാ കൊടുത്ത് ടെർബോയിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. പെർഫോമൻസ് വേണം എന്നുള്ളവർക്ക്. എന്നാൽ ഇത് മതി എന്നുള്ളവർക്ക് ഇതിലേക്ക് തന്നെ വരാം. ഞാൻ പ്യൂർ പ്ലസ് തമ്മിൽ വ്യത്യാസങ്ങളൊക്കെ പറഞ്ഞു. നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് എടുക്കാം കേട്ടോ. പ്യൂർ മതിയെങ്കിൽ അതെടുക്കാം, ബേസ് മതിയെങ്കിൽ അതെടുക്കാം. അതൊക്കെ ഓരോരുത്തർ ഒപ്പീനിയനാണ്. പിന്നെ നമ്മളൊരു വീഡിയോ ചെയ്ത സമയത്ത് ഞാൻ അങ്ങനെ പറഞ്ഞു, രണ്ടും തമ്മിൽ ഇതൊക്കെയാണ് വ്യത്യാസം, ഇത്ര രൂപ വ്യത്യാസം വരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസത്തിൽ ഇതിലേക്ക് വരുന്നതായിരിക്കും നല്ലത് എന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ്. ബാക്കി ഓരോരുത്തർ പേഴ്സണൽ ചോയ്സാണ്. വീഡിയോ ചെയ്ത സമയത്ത് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നുമില്ല പറയാൻ. ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വിളിച്ചാൽ മതി. ബുക്കിങ്ങിനായാലും അല്ലെ ടെസ്റ്റ് ഡ്രൈവിനായാലും. എൻ്റെ കൂട്ടുകാരാണ് നന്ദു എന്നാണ് പേര്, അവനെ വിളിക്കാം. മുത്തൂരിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. വേറെ ഒന്നുമില്ല കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ അടുത്ത ദിവസം വരും. അതൊരു എല്ലാവർക്കും ബൈ.